നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. വാർത്തകൾ വിശദമായി. വടക്കഞ്ചേരി ടൗണിൽ ഗൃഹനാഥനെ 3 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി വഴിയിൽ ഉപേക്ഷിച്ചു. വടക്കഞ്ചേരി ആമക്കുളം സ്വദേശി നൌഷാദ് 58 വയസ്സിനെയാണ് കാറിലെത്തിയ 3 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. ഞായറാഴ്ച രാത്രി 9 മണിയോടുകൂടി വടക്കഞ്ചേരി റോളക്സ് ഓഡിറ്റോറിയത്തിന് സമീപത്ത് വെച്ചാണ് സംഭവം. വടക്കഞ്ചേരി ടൗണിൽ പോയി വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്ന നൌഷാദിനെ ബലമായി പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ബഹളം കേട്ടെത്തിയ നാട്ടുകാർ വടക്കഞ്ചേരി പോലീസിൽ അറിയിക്കുകയായിരുന്നു. നൌഷാദിനെ രാത്രി 11 മണിയോടുകൂടി തമിഴ്നാട് ഭാഗത്ത് നവക്കരയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തട്ടിപ്പ് സംഘത്തിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ നൌഷാദ് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ്. തലയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇരുമ്പ് വടി കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചതായും അക്രമികൾ മാസ്ക് ധരിച്ചിരുന്നതായും നൌഷാദ് പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയ വാഹനത്തിന്റെ നമ്പർ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതികളെക്കുറിച്ചും സൂചന ലഭിച്ചതായാണ് വിവരം. വടക്കഞ്ചേരി CI KP ബെന്നിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഇവിടെ ബ്ലൂ സ്റ്റാർ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഒരു വാഗ്നർ കാർ ഹെഡ്ലൈറ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നേരെ വന്ന് അവിടെ ഉണ്ടായിരുന്നൊരു പുള്ളിയായിട്ട് എന്തോ സംസാരം, 2 മിനിറ്റ് സംസാരം ഉണ്ടായുള്ളൂ. ആ സംസാരത്തിനിടയിൽ ഈ അവിടെ ഉണ്ടായിരുന്ന പുള്ളിയെ വലിച്ച് കയറ്റിയായിരുന്നു. വലിച്ച് കയറ്റിയ വഴിക്ക് അയാളുടെ കയ്യിലുണ്ടായിരുന്ന പഴം ഇതൊക്കെ താഴെ വീണു. പിന്നെ ആളെ പിടിച്ചു വെച്ചപ്പോൾ ആൾ ശബ്ദം കേട്ടു. നല്ല ശബ്ദം ഉണ്ടാക്കി. 2 ശബ്ദം ഉണ്ടാക്കിയപ്പോഴാണ് ആൾക്കാരൊക്കെ ഓടിക്കൂടിയത്. എന്താണെന്ന് ആദ്യം വ്യക്തമായി ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഡോറ് ക്ലോസ് ചെയ്യാണ്ട് ആൾ ഓടുന്നു കണ്ടപ്പോഴാണ്, ഈ കാറ് പോകുന്നു കണ്ടപ്പോഴാണ് ഒരു മിസ്റ്റേക്കായിട്ട് തോന്നിയത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള തലമുറയാക്കി വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് KD പ്രസേനൻ MLA. വണ്ടാഴി CVM LP സ്കൂളിന്റെ 64ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം ഒരു നാടിൻ്റെ സംസ്കാര സമ്പന്നമായ നിലനിൽപ്പിന് അനിവാര്യമാണ്. സമൂഹത്തിലെ മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ, ഈ പ്രപഞ്ചത്തെ നിലനിർത്താൻ, സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള തലമുറയെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിലവിലുള്ള തലമുറ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. എന്നാൽ നിലവിലുള്ള തലമുറ ചെയ്തു വെച്ച തെറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇടക്കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റുകയും നമ്മുടെ കുട്ടികൾ ആരോടും പ്രതിബദ്ധതയില്ലാത്തവരായി മാറുകയും സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം പഠിക്കുന്നവരും സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരുമായി മാറിത്തീരുകയും ഒക്കെ ചെയ്തതിൻ്റെ ദുരന്ത അനുഭവം ഇപ്പോഴും കേരളത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് പരിഹരിക്കാൻ നിലവിലുള്ള തലമുറയ്ക്ക് കരുത്തില്ല. സാമൂഹ്യ നന്മയെ മുൻനിർത്തിയാവണം പൊതുവിദ്യാലയം നേതൃത്വം നൽകേണ്ടതെന്നും KD പ്രസേനൻ പറഞ്ഞു. ചടങ്ങിൽ PTA പ്രസിഡന്റ് MN ഷമീർ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. AEO ജയന്തി അജയഘോഷ്, സിനിമാ താരം ജെയ്സ് ജോസ്, പ്രധാന അധ്യാപിക സീമ പോൾസൺ, നീതു, സുധി വണ്ടാഴി, മുഹമ്മദ് ഷാഫിസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമേശ്, ലിയ, M ഉസ്മാൻ എന്നിവർ സംസാരിച്ചു.
ജീവനക്കാരെയും പെൻഷൻകാരെയും മറക്കാത്ത സർക്കാരാണ് കേരളത്തിലെന്ന എ പ്രഭാകരൻ MLA. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലമ്പുഴ ബ്ലോക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ വളരെ ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാർ നമ്മളെ സഹായിക്കുന്നില്ല. ആരെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ അതിനനുവദിക്കില്ല. അത് നമ്മൾ കണ്ടതാണ് പ്രളയത്തിൽ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ലോകത്തെ നടുക്കിയ ഒരു ദുരന്തം വയനാട്ടിലുണ്ടായപ്പോഴും വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് എത്തിച്ചത്. മാത്രമല്ല, ഇപ്പോൾ മാർച്ച് 31 അകം ചെലവഴിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് പൈസ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അനുവദിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി നമ്മളെ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. സത്യത്തിൽ 23-24 സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ലഭിക്കേണ്ട 57,000 കോടി രൂപ ഈ കേരളത്തിന് തന്നിട്ടില്ല. ഈ കഴിഞ്ഞ 2 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. നരേന്ദ്രമോദിയുടെ 3ാം വരവോടുകൂടി ഒരു ബഡ്ജറ്റ്, 2 ബഡ്ജറ്റാണ് അവർ അവതരിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, കേന്ദ്ര ധനകാര്യമന്ത്രി, 2ലും കേരളം എന്നൊരു വാക്കുപോലുമില്ല. ഇപ്പോൾ നമ്മുടെ ശമ്പളം മാത്രമല്ല, സർക്കാരിൻ്റെ കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും പെൻഷനും ഒക്കെ കൃത്യമായി മുടങ്ങാതെ കൊടുക്കണമെങ്കിൽ പുതിയ മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കേന്ദ്ര അവഗണനയ്ക്കിടയിലും സർക്കാർ അഭൂതപൂർവമായ വികസനമാണ് നടത്തുന്നതെന്നും എ പ്രഭാകരൻ പറഞ്ഞു. CR നാരായണമൂർത്തി അധ്യക്ഷനായിരുന്നു. സുനിത അനന്തകൃഷ്ണൻ, PV ചന്ദ്രൻ, RA ഉണ്ണിത്താൻ, P സരോജിനി, VA അയ്യപ്പൻ, CA ചെറിയൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വന്യമൃഗ ശല്യത്തിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിൻ്റെ പ്രത്യേകത ഒരു വരണ്ട് ഉണങ്ങിയ ഒരു പ്രദേശം, കാലാവസ്ഥയുടെ പ്രശ്നം, അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെ. പക്ഷെ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു കാര്യം കേരളത്തെ ഒരു മധ്യ സംസ്ഥാനമായിട്ട് മാറ്റുന്ന ഒരു രീതി. നമുക്ക് സാമ്പത്തികമായ ഉറവിടങ്ങൾ വറ്റി വരണ്ടു പോകുമ്പോൾ ഏതെങ്കിലും വിധേന പണം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നത് അത് എത്ര ഒരു പറ്റിയ മാർഗമാണെന്ന് കരുതുന്നില്ല. അപ്പോൾ ഈ ഒരു മദ്യ നിർമ്മാണശാല അതൊരു ഉചിതമായ തീരുമാനമല്ല. ഒരു തലമുറയെ മുഴുവൻ നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ജനങ്ങളോടുള്ള ഒരു ആഭിമുഖ്യം പാലക്കാട് ജനതയോടല്ല, ഇതിൻ്റെ ഈ മദ്യം ഉൽപ്പാദിപ്പിച്ചാൽ അത് വിറ്റഴിക്കുന്ന മേഖലകൾ ഒരുപാടുണ്ട്. നിയമനിർമ്മാണം ഭേദഗതി ചെയ്ത് ജനങ്ങൾക്കും കാർഷിക വസ്തുക്കൾക്കും സംരക്ഷണം നൽകണമെന്നും മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. വന്യമൃഗ ശല്യത്തിനെതിരെ ശാശ്വതമായ പരിഹാരം കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ നയിക്കുന്ന സമര പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ജീവൻ നിലനിർത്താൻ മദ്യമല്ല കുടിവെള്ളമാണ് വേണ്ടത് എന്ന മുദ്രാവാക്യവുമായി സംസ്ഥാന സർക്കാരിനെതിരെ BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ നയിക്കുന്ന സമര പ്രചരണ ജാഥയ്ക്ക് BJP വണ്ടാഴി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. കിഴക്കഞ്ചേരി കുണ്ടുകാട് നൽകിയ സ്വീകരണ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് പ്രേംരാജ് അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി R ഗോപിനാഥൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജു, P ശശിധരൻ എന്നിവർ സംസാരിച്ചു. പ്രശാന്ത് ശിവൻ മറുപടി പ്രസംഗവും നടത്തി. ഇവിടെ ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അനുമതി കൊടുത്ത സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ആ കമ്പനി പ്രവർത്തിക്കുക, ആ കമ്പനിക്ക് ആവശ്യമായ റോ മെറ്റീരിയൽ വെള്ളം എവിടെ നിന്ന് ലഭിക്കുമെന്ന് ആ സർക്കാർ വ്യക്തമാക്കുവാനായിട്ട് തയ്യാറായിരുന്നു. ഈ കമ്പനിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കണമെങ്കിൽ 3 തരത്തിലാണ് ലഭിക്കുക. ഒന്നുകിൽ ഭൂഗർഭ ജലത്തിലൂടെ ലഭിക്കണം, അല്ലെങ്കിൽ ജലസംഭരണികളിലൂടെ, മഴവെള്ള സംഭരണികളിലൂടെ കണ്ടെത്തണം, അല്ലെങ്കിൽ മലമ്പുഴ അണക്കെട്ടിനെ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ഈ 3 തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്വതവേ വടക്കഞ്ചേരി AMM LP സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. AMM LP സ്കൂൾ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ അമ്മമാരും ഇവിടെ ഓരോ കാര്യത്തിലും തങ്ങളുടെ കുട്ടികളെല്ലാം മറ്റുള്ള കുട്ടികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഏതൊരു പരിപാടിയിലായാലും ടീച്ചർമാരോടൊപ്പം
മറ്റു നമ്മുടെ വടക്കഞ്ചേരി പഞ്ചായത്തിൽ 11 സ്കൂളുകളുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ശക്തമായൊരു PT ആണ് ഈ ഒരു സ്കൂളിൻ്റെ വിജയം എന്ന് ഞാൻ പറയുന്നു. തീർച്ചയായും ഈ ഒരു വിജയം തുടർന്ന് കുടിക്കട്ടെ, തുടർന്ന് കൊണ്ടുപോകാൻ ഇവിടെയുള്ള PT കഴിയണം. കൂടാതെ തന്നെ മിനി ടീച്ചറിൻ്റെ പ്രവർത്തനം ഏറെ പ്രശംസ അർഹിക്കുന്നതാണ്. കാരണം എല്ലാ പ്രവർത്തനങ്ങളിലും കൊണ്ടുപോവുകയും പോയതിനെല്ലാം സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തിട്ടുള്ള സ്കൂളിൻ്റെ മികവിനെ അവരുടെ പ്രവർത്തനങ്ങളെ കണ്ട്, കാരണം അവരുടെ ഓരോ കഴിവുകളും വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നതിന് വേണ്ടി ടീച്ചർമാരും PTA-യും ഒപ്പം നിന്ന് രക്ഷിതാക്കളും ഒപ്പം നിന്നുകൊണ്ടാണ് അവരുടെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. തീർച്ചയായും ഈ കൂടുതൽ ഉയർച്ചയുള്ള സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടി ഉള്ള സാഹചര്യത്തിൽ നിന്ന് തന്നെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സ്കൂളിലെ എല്ലാവർക്കും. മുൻ മന്ത്രി KE ഇസ്മായിൽ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് K അബ്ദുൽ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ രശ്മി ഷാജി, പഞ്ചായത്ത് അംഗങ്ങളായ സുമിത ഷഹീർ, ഫൗസിയ, ആലത്തൂർ AEO ജയന്തി അജയഘോഷ്, സ്കൂൾ മാനേജർ യൂനുസ് അഹമ്മദ്, ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി KE ബൈജു, പ്രധാന അധ്യാപിക മിനി T വർഗീസ്, PTA പ്രതിനിധികളായ H അഷറഫ്, K റമീന, അധ്യാപികമാരായ ഗ്രേസി പോൾ, M സജിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വടക്കഞ്ചേരി പുഴക്കിലിടം സേവന സമാജം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. പാലക്കാട്ടുശ്ശേരി രണ്ടാം രാജാവ് കൃഷ്ണനുണ്ണി അച്ഛൻ ഉദ്ഘാടനം ചെയ്തു. VP നാരായണൻകുട്ടി അച്ഛൻ, PT രാജനച്ഛൻ, VP പങ്കുവച്ചൻ എന്നിവർ സംസാരിച്ചു. ഇനി ഉത്സവകാലം. ജില്ലയിലെ വേലാപൂരം ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് പാടൂർ പണിക്കനാട് ക്ഷേത്രത്തിലെ വേലമഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ആദി പാടൂരും അന്ത്യം മംഗലത്തും നെല്ലറയ്ക്ക് സുപരിചിതമായ ചൊല്ലാണിത്. കൊയ്ത്തൊഴിഞ്ഞ പാടത്ത് കനത്ത ചൂടിനെയും വകവയ്ക്കാത്ത ഉത്സവ പ്രേമികൾക്ക് ഉണർത്തുപാട്ടായി പാടൂർ പണിക്കനാട് മുത്തപ്പൻ വേല ആഘോഷിച്ചു. ഇതോടുകൂടി താലൂക്കിലെ ഉത്സവങ്ങൾക്ക് തുടക്കമായി. പതിവ് തെറ്റിച്ചു വന്ന കുംഭമാസ ചൂടിലും ആയിരങ്ങൾ വേലപ്പറമ്പിലേക്ക് ഒഴുകിയെത്തി. ആർപ്പുവിളികളും കരഘോഷങ്ങളുമായി ആബാലവൃതം ജനങ്ങളും ഉത്സവാഘോഷങ്ങൾക്ക് നാന്ദി കുറിക്കാൻ എത്തിയിരുന്നു. ഞായറാഴ്ച പുലർച്ചെ തന്ത്രി അണ്ടലാടി മനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചു. ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, 6:30 തായമ്പക, വിളക്ക് തെളിക്കൽ എന്നിവയോടെ ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചു. രാവിലെ 11 പഞ്ചാരിമേളം, 12:30 വേലമന്നിലേക്ക് വാളും ചിലമ്പും എഴുന്നള്ളിച്ച് ഈടുവെടി മുഴക്കി. 3 3 ആനകളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്ന് പകൽവേല എഴുന്നള്ളത്ത് പുറപ്പെട്ടു. ഗുരുവായൂർ ഇന്ദ്രസൻ തിടമ്പേറ്റി, ഗുരുവായൂർ സിദ്ധാർത്ഥൻ, ഗുരുവായൂർ ദാമോദർദാസ്, ഗുരുവായൂർ ശ്രീധർ, ഗുരുവായൂർ രവികൃഷ്ണൻ എന്നീ ഗജവീരന്മാർ പന്തലിൽ അണിനിരന്നു. വൈകുന്നേരം 5 ആനപ്പന്തിൽ പഞ്ചവാദ്യവും മുറുകി. പഞ്ചവാദ്യത്തിന് മായനൂർ രാജു, മീറ്റ്ന രാധാകൃഷ്ണൻ, തൃപ്പാളൂർ ശിവൻ, തിരുവില്ലാമല ഹരി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കരിമരുന്ന് പ്രയോഗം നടന്നു.
രാത്രി 8-ന് കാഴ്ചശീവേലി ക്ഷേത്രത്തിലെത്തി. രാത്രി 9:30-ന് ഇരട്ടത്തായമ്പക ക്ഷേത്രാങ്കണത്തിൽ നടന്നു. രാത്രി 10-ന് വേലമന്നത്ത് പരമ്പരാഗതമായ രീതിയിൽ പൊറാട്ട് നാടകവും അരങ്ങേറി. തിങ്കളാഴ്ച പുലർച്ചെ 2-ന് കാഴ്ചശീവേലി, 3-ന് കളമെഴുത്ത് പാട്ട് എന്നിവയ്ക്ക് ശേഷം 4 മണിയോടെ വേലമന്നിൽ നിന്നും തേരും കുതിരയും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് കുതിരത്തല ഇറക്കി ആചാരവണ്ടി മുഴക്കിയതോടെ ഉത്സവം സമാപിച്ചു.